ജനങ്ങൾ അചഞ്ചലമായ വിശ്വാസമർപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർ വിശ്വാസവഞ്ചന കാട്ടുമ്പോൾ നുറുങ്ങുന്നതും മുറിവേൽക്കുന്നതും ഹൃദയങ്ങൾക്കാണ്. അചഞ്ചലമായ സമർപ്പണത്തിൻ്റെ ഗോപുരങ്ങളാണ് അപ്പോൾ തകർന്നു വീഴുന്നത്. അതോടൊപ്പം അത്തരം സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയ്ക്കും പ്രതിച്ഛായയ്ക്കും അപകടകരമായ രീതിയിൽ മങ്ങലേൽക്കുകയും ചെയ്യും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രമായാലും കേരളത്തിലെ CPM ആയാലും കേരളത്തിലെ ചെറുപ്പക്കാർ വിശ്വാസമർപ്പിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനായാലും സംഗതി ഒന്നു തന്നെയാണ്. സ്ഥാപനങ്ങളുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് വിശ്വാസ തകർച്ചയുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യയിലെ വലിയ ഒരു ശതമാനം ശ്രീരാമ ഭക്തരുടെ ആശയാഭിലാഷങ്ങളുടെ പൂർത്തീകരണമായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം. 1980 അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ ചുമതല വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തപ്പോൾ മുതൽ വളരെ ആസൂത്രിതമായി നടത്തിയ നീക്കങ്ങളുടെ നടപടികളുടെ അനന്തരഫലമായിരുന്നു അവിടെ ശ്രീരാമക്ഷേത്രം ഉയർന്നു വന്നത്. 1990 BJP നേതാവായിരുന്ന LK അദ്വാനി രഥയാത്ര നടത്തി ഉത്തരേന്ത്യയിൽ. 92 ബാബരി മസ്ജിദ് തകർത്തു തരിപ്പണമാക്കി. 2019 ക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധിയുണ്ടായി. അങ്ങനെയാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയരുന്നത്. പിന്നെ ക്ഷേത്ര നിർമ്മാണം BJP അവരുടെ ഒരു പ്രസ്ഥാനമായി അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടിയാക്കി മാറ്റിയെടുത്തു. അതിൻ്റെ ഭൂമി പൂജ, അത് കഴിഞ്ഞ് നിർമ്മാണം പൂർത്തിയായപ്പോഴുള്ള പ്രതിഷ്ഠാകർമ്മം, അതിൻ്റെയൊക്കെ തലപ്പത്തിരുന്ന് യജമാനനായി പ്രവർത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയായിരുന്നു. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ആവേശ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അയോധ്യയെ വലയം ചെയ്തു നിൽക്കുന്നത് കാണിക്ക കവർച്ചയുടെ ഇരുണ്ട നാടുകളാണ്. RSS, BJP, വിശ്വഹിന്ദു പരിഷത്ത് മുതലായ സംഘപരിവാര സംഘടനകൾക്ക് ഇപ്പോൾ അയോധ്യയിലെ കാണിക്ക കൊള്ള അല്ലെങ്കിൽ സംഭാവന കവർച്ച കാരണം വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. VHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടെയായ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അതുപോലെ ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരൊക്കെ രാജിവെച്ചു. അവരുടെ രാജി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചു. ആരുടെയൊക്കെയോ കീശകളിൽ കോടിക്കണക്കിന് രൂപയാണ് ക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ ശ്രീരാമ ഭക്തരർപ്പിച്ച കാണിക്ക അല്ലെങ്കിൽ നൽകിയ സംഭാവന, അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടു പോയത്. ചമ്പത് റായിയും മറ്റും പറയുന്ന കണക്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ വ്യത്യാസം കാണുന്നു. അതുപോലെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു, വെള്ളി നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ തോതിൽ കവർച്ച ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളിൽ വലിയ തോതിലുള്ള കാവ്യ രാഷ്ട്രീയവും ഇഴചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നരേന്ദ്രമോദി ഒരു ഭാഗത്ത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറുഭാഗത്ത്. ഈ ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും പ്രതിക്കൂട്ടിലെത്തിക്കും എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അന്വേഷണ സംഘത്തിന് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകിയിരിക്കുകയാണ്. ശ്രീരാമക്ഷേത്രത്തിൻ്റെ സംരക്ഷകൻ എന്ന പദവി അല്ലെങ്കിൽ ആ ഒരു ബഹുമതി നേടിയെടുക്കുന്നതിനുള്ള വളരെ കണക്ക് കൂട്ടിയുള്ള ശ്രമങ്ങളാണ് ആദിത്യനാഥ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പ്രശ്നത്തെ അനുകൂലമാക്കാനായിരിക്കും യോഗി ആദിത്യനാഥ് ശ്രമിക്കുക. അതുവഴി അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് തുടക്കമിടാൻ സാധിക്കുമെന്നും അദ്ദേഹം കണക്ക് കൂട്ടുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ശ്രീരാമ ഭക്തന്മാർ നിരാശരാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അവരെ വല്ലാതെ നിരാശരാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPക്ക് എത്രത്തോളം അനായാസം ജയിക്കാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് വലിയ തകർച്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കവർച്ച സംബന്ധിച്ച ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ അത് BJPയെ, സംഘപരിവാരത്തെ, അവരുടെ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യേണ്ടി വരും. ഈ സംഭവങ്ങളുടെ പിന്നിലെ പ്രതിച്ഛായ നഷ്ടം, അതായത് സംഘപരിവാര സംഘടനകൾക്കുണ്ടാകുന്ന പ്രതിച്ഛായയുടെ നഷ്ടം അല്ലെങ്കിൽ മങ്ങൽ, അതുപോലെ തന്നെ രാഷ്ട്രീയം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ശ്രീരാമ ക്ഷേത്രത്തിൽ വിശ്വാസമർപ്പിച്ച കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇത് സംബന്ധിച്ച വലിയ മുറിവുണ്ടായിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ,
അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ, ഇവരാരും ഈ ഭക്തരുടെ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്ക്, അവരുടെ നിരാശകൾക്ക് ഒന്നും ഒരു പ്രാധാന്യവും നൽകുന്നില്ല. ഇവിടെ മുഴുവൻ കാണുന്നത് രാഷ്ട്രീയ കളിയാണ്. ഏതാണ്ട് ഇത് തന്നെയാണ് നമ്മൾ ശബരിമലയുടെ കാര്യത്തിലും കണ്ടത്. ശബരിമലയിലെ കവർച്ച അയ്യപ്പ ഭക്തന്മാരെ വല്ലാതെ നിരാശപ്പെടുത്തിയ കാര്യമായിരുന്നു. പക്ഷെ ഒരു കാര്യം അതുവഴി തെളിഞ്ഞു. ഭക്തജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ നിരൂപിച്ചാൽ രാഷ്ട്രീയത്തിലും അധികാര രാഷ്ട്രീയത്തിലും പലതും സംഭവിക്കും എന്നുള്ളത്. കേരളത്തിലെ CPM-ഉം ഏതാണ്ട് ഇതുപോലെ സമാനമായൊരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്, അല്ലാതെ സാമ്പത്തികമായ തിരിമറികളല്ല. അധികാരം മുന്നിൽ കണ്ടുകൊണ്ട് സംഘടനയെ പരിഗണിക്കാതെ അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടിയെ മുന്നോട്ട് നയിച്ചതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്ന് ആ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായിയും അതുപോലെ തന്നെ VS-ഉം തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് ശേഷം, അവർ തമ്മിലുള്ള അധികാര തർക്കങ്ങൾക്ക് ശേഷം, വെട്ടി നിരത്തലുകൾക്ക് ശേഷം കേരളത്തിലെ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിതെന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ വീഴ്ചയ്ക്കും പരാജയത്തിനും പ്രധാന കാരണക്കാരായവർ അക്കാര്യത്തിൽ അവരുടെ പങ്ക് സമ്മതിക്കുന്നില്ല എന്ന അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പാർട്ടിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ തകർച്ചയ്ക്ക് കാരണം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകിയ LDF-ൻ്റെ വീഴ്ചയ്ക്കും പരാജയത്തിനും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയനാണെന്ന് ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, നടപടികൾ, പാർട്ടിയെ കണക്കിലെടുക്കാതെ കോർപ്പറേറ്റ് താല്പര്യങ്ങളനുസരിച്ച് മുന്നോട്ട് പോയത്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് പാർട്ടിയെ മാറ്റിയെടുത്തത്, മുതലാളിത്ത താല്പര്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെയും അതുവഴി ആ പാർട്ടിയുടെയും കൂട്ടുകെട്ട്, ധിക്കാരം, ധാർഷ്ട്യം, ഇതൊക്കെയാണ് പരാജയത്തിന് കാരണമായത്. ഇതിനൊക്കെ ചൂട്ട് പിടിച്ചു കൊടുത്തത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ആയിരുന്നു. പക്ഷേ ഇവരിപ്പോൾ അത് സമ്മതിക്കുന്നില്ല. എല്ലാം പാർട്ടിയുടെ തലയിൽ വയ്ക്കുകയാണ്. വ്യക്തികൾക്ക് ഈ വക പരാജയങ്ങളുമായി യാതൊരു ബന്ധമില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്തിന് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലും തള്ളിപ്പറയാൻ അവർ മടിക്കുന്നില്ല, പിണറായിയും MV ഗോവിന്ദൻ മാഷും. തളിപ്പറമ്പിൽ PK ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വം വിവാദ വിഷയമായപ്പോൾ MV ഗോവിന്ദൻ മാഷ് തന്നെ ഇടപെട്ട് അത് പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് MA ബേബി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പൊതു തത്വം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉടനെ പിണറായിയും MV ഗോവിന്ദനും ബേബി സഖാവിന് നേരെ ചാടുകയാണ് ഉണ്ടായത്. ഇത്തരം തോൽവികളുടെയും പരാജയത്തിൻ്റെയും പേരിൽ വ്യക്തികളെ കുറ്റപ്പെടുത്തുന്ന രീതി പാർട്ടിക്കില്ല എന്ന് പറഞ്ഞ് ബേബിയെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഒരു വ്യക്തിയുടെ നടപടി ദൂഷ്യം മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ചൊരു പരാജയം മൂലം പാർട്ടിക്ക് വീഴ്ച നേരിടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആ വ്യക്തിയല്ലാതെ പിന്നെ ആരാണ്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അങ്ങനെയല്ല എന്നുണ്ടോ? പാർട്ടിക്ക് ഏറ്റവും അപമാനകരമായ തോൽവി ഉണ്ടാക്കുന്ന ആളുകളെ, അതിന് കാരണഭൂതരാകുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി. അത് കണക്കിലെടുക്കാതെയാണ് ആ സന്ദർഭത്തിൽ MA ബേബിക്കെതിരായിട്ട് MV ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തിരിഞ്ഞത്. പയ്യന്നൂരിൻ്റെയും തളിപ്പറമ്പിൻ്റെയും കാര്യത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് തന്നെ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ചു ജയിച്ച ആളുകളെ അവരെ തെറ്റുതിരുത്താൻ തയ്യാറാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് MV ജയരാജൻ പറഞ്ഞത്. അതുപോലും സമ്മതിക്കാൻ MV ഗോവിന്ദൻ തയ്യാറല്ല. അവർ വരുന്നതോ വരാതിരിക്കുന്നതോ രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ MV ജയരാജനെ തള്ളിപ്പറയുകയാണ് MV ഗോവിന്ദൻ മാഷ് ചെയ്യുന്നത്. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ നിലപാടല്ല എന്ന് പരസ്യമായിട്ട് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. CPM-ൻ്റെ നേതൃത്വത്തിലൂടെ വിപ്ലവം വരുമെന്നൊന്നും അവരാരും കരുതുന്നില്ല. അനുഭാവികളോ അംഗങ്ങളോ അവർ വോട്ട് ചെയ്യുന്നവരോ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുപോലെ തൊഴിലാളി വർഗ സർവാധിപത്യം ഇവിടെ ഉണ്ടാകുമെന്നും അവർക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ സാമാന്യം ഭേദപ്പെട്ട ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഭരണകൂടം, താഴേക്കടിയിലുള്ളവർക്കും സാധാരണക്കാർക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഒരു ഗവൺമെൻറ്, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം, ധിക്കാരവും ധാർഷ്ട്യവും ഇല്ലാത്ത ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്, ഇത്രയൊക്കെ അവർ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങൾ സത്യസന്ധമായിട്ട് അംഗീകരിക്കാൻ പോലും ആ പാർട്ടിയുടെ നേതൃത്വത്തിന് തയ്യാറാകുന്നില്ല. എന്തെങ്കിലും എതിരഭിപ്രായം പറയുന്നവരെ വർഗവഞ്ചകർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാതെ തെറ്റുതിരുത്തണം, പാർട്ടിയെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരണം, ആ ഒരു ആഗ്രഹം ഇന്ന് ആ പാർട്ടിയുടെ നേതാക്കളിൽ കാണാൻ പറ്റുന്നില്ല. PSCയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ.
ലക്ഷക്കണക്കിനായ കേരളത്തിലെ ചെറുപ്പക്കാർ ഒരു തൊഴിലിനെക്കുറിച്ചും ഒരു ജീവിതത്തെക്കുറിച്ചും സ്വപ്നം കാണുന്നവർ അവരെ പ്രതീക്ഷയായി കൊണ്ടു കിടക്കുന്നത് പി എസ് സി ആണ്. ഇപ്പോൾ പി എസ് സിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നടന്ന എഴുത്തു പരീക്ഷയിൽ, അഭിമുഖത്തിൽ ഈ മേഖലകളിലൊക്കെ നടന്ന അഴിമതി അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾ പി എസ് സിയെ ഒരു പരിഹാസ കഥാപാത്രമായി ഇന്നിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ചില തസ്തികകളിലെ എഴുത്തു പരീക്ഷ സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ അവർ പി എസ് സിയുടെ വിജിലൻസിന് വിടാനല്ല അവിടുത്തെ പി എസ് സി ചെയർമാൻ തയ്യാറായത്. പകരം പരീക്ഷാ കൺട്രോളറെ അത് സംബന്ധിച്ച അന്വേഷണം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണത്? അവിടെ ഒരു സംവിധാനമുണ്ട്, വിജിലൻസ് സംവിധാനമുണ്ട്. അത് ഉപയോഗിക്കാൻ തയ്യാറാവാതെ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അന്വേഷണം. അവസാന സമ്മർദ്ദം മൂത്തപ്പോൾ പി എസ് സിയിൽ തന്നെ എതിർപ്പുണ്ടായപ്പോൾ ആലോചിച്ച് നോക്കണം, ഇപ്പോഴത്തെ പി എസ് സി അംഗങ്ങൾ മുഴുവൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ടവരാണ്, ഇടതുപക്ഷ പാർട്ടികളിൽപ്പെട്ടവരാണ്. അവിടെ പോലും പി എസ് സി ചെയർമാനെതിരായിട്ട് അതിശക്തമായ അഭിപ്രായ പ്രകടനമുണ്ടായി, അല്ലെങ്കിൽ വിമർശനമുണ്ടായി. അതിനെ തുടർന്ന് പി എസ് സിയുടെ ഇൻ്റലിജൻസിന് അന്വേഷണം തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാർ അവരിപ്പോൾ കേരള പോലീസിൻ്റെ വിജിലൻസ് സംവിധാനം ഉപയോഗിച്ച് അവിടെ നടന്ന തെറ്റായ കാര്യങ്ങൾ, അഴിമതികൾ, അവിടെ സംഭവിച്ച വീഴ്ചകൾ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആസൂത്രണ ബോർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമം അനുസരിച്ച് പി എഫ് സിയെ സമീപിച്ചവർക്ക് അതിന് മറുപടി ലഭിച്ചിരുന്നില്ല, രേഖകൾ കിട്ടിയിരുന്നില്ല. ആ രേഖകൾ മുഴുവൻ 7 ദിവസത്തിനകം അതിനപേക്ഷിച്ചവർക്ക് നൽകാൻ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. എന്താണ് പി എഫ് സി പോലൊരു സ്ഥാപനത്തിൽ നടക്കുന്നത്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, പലരും വിശ്വാസം അർപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് തെറ്റുകൂടാതെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നതെന്നാണ് നമ്മുടെയൊക്കെ കരുതിയിരിക്കുന്നത്. പക്ഷേ ഇനി സംസ്ഥാന പോലീസിൻ്റെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ അവരുടെ രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് ഏത് തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ പി എഫ് സിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരാൻ പോവുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ വൻതോതിൽ വിശ്വാസം അർപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ അവർ പലപ്പോഴും ജനങ്ങൾക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും ഒഴിഞ്ഞു പോകാൻ അവർ തയ്യാറാവുന്നില്ല. ആജീവനാന്തം അവിടെ ഇരുന്ന് ആ സ്ഥാപനങ്ങളെ കട്ടുമുടിക്കുക എന്നത് അവരുടെ ജന്മാവകാശമാണെന്ന് കരുതിയാണ് ചിലരൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അയോധ്യ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ് ചമ്പത്തറായിയുടെയും മറ്റും രാജി സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു ട്രസ്റ്റ് അംഗം ഈ 2 പേരുടെ രാജി സ്വീകരിച്ചിരിക്കുകയാണ്. അവരങ്ങനെ പോകാൻ തയ്യാറായിരുന്നില്ല, നിർബന്ധിതമായിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷേ സി പി എമ്മിൻ്റെ കഥ നോക്കൂ. സി പി എമ്മിൻ്റെ നേതാക്കൾ എതിരാളികളെ അല്ലെങ്കിൽ എതിർവാക്ക് പറയുന്നവരെ വർഗവഞ്ചകരെന്ന് വിശേഷിപ്പിച്ച് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുകയാണ്. അതുതന്നെയാണ് പി എഫ് സിയിലും ഉണ്ടാകുന്നത്. പി എഫ് സിയിലെ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അതിശക്തമായ വിമർശനമുണ്ടായിട്ടും അതിൻ്റെ ചെയർമാൻ അനങ്ങാതെ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ ജനങ്ങൾ ഉണരുമ്പോൾ മാത്രമേ നീതി നടക്കുകയുള്ളൂ. അതാണ് ചരിത്രം.